റഷ്യയും ചൈനയും CPI ഒരുപോലെ ശോഭിക്കുന്ന ഒരു ഭൂതകാലം ഇപ്പോഴല്ല കേട്ടോ, പഴയതാട്ടോ. ചൈനയുടെ ഡെൻ ഷിയാവോപിങ്ങും റഷ്യയിലെ മിഖായിൽ ഗോർബച്ചോവും ചൈനയിലെ ഒരു ഉൾനാട്ടിലൂടെ കാറുകൾ ഞാൻ വായിക്കാൻ അറിയില്ല, വാക്ക് തെറ്റണ്ടായി വെച്ചിട്ട. പിങ്ങിന്റെ വിശ്വസ്തനായ ഡ്രൈവർ മാത്രമേ കാറിലുള്ളൂ. അയാളാണെങ്കിൽ കമ്മ്യൂണിസം കരക്കൽ കുടിച്ച ഒരു മനുഷ്യരാശം. എന്നാൽ നേതാക്കന്മാരുടെ സംസാരത്തിലുടനീളം ബാബു കേൾക്കണം, കോർപ്പറേറ്റുകളെ എങ്ങനെ ആകർഷിക്കാം, സ്വകാര്യ മൂലധനം എങ്ങനെ ഇറക്കാം, ഇന്നിത്താതി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പദ്ധതികളാണ് സർ ഇവരെ ചർച്ച. ഇത് കേട്ടിട്ട് സർ ഡ്രൈവർക്ക് ആലടക്കി. അവ ഡ്രൈവർ ഒരു പ്രത്യേക പോയിന്റിലെത്തിയപ്പോ വണ്ടി നിർത്തിയിട്ട് പിങ്ങിനോട് ചോദിച്ചു, ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ വെച്ചു. അപ്പൊ സർ ഇങ്ങ് എന്ത് പറഞ്ഞു അറിയോ, സിഗരൻ ഇടത്തോട്ട് ഇടുക, വലത്തോട്ടേക്ക് പോവുക എന്ന് പറയാം. നിങ്ങൾ ആലോചിക്കോ, അതാ അല്ല, ഇങ്ങനെ അങ്ങനെയാണ് നിങ്ങളെ പ്രസംഗം, അങ്ങനെ പ്രവൃത്തി വേറെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കണേ. എന്താണ് ഇതൊക്കെ സെൻസിന്റെ കോമൺ സെൻസ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. പിന്നെ നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട. പിണറായി ആരാണെന്ന് കടകംപള്ളി പറഞ്ഞു, ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. ഈ കുട്ടികളെ, ഈ CPIക്കാരെ ഓനെ ബോധ്യപ്പെടുത്തിയാൽ മതി. ആരാണ് ഒക്കെ ഏകാധിപത്യം വരണം, ഒരു മനുഷ്യന്റെ കയ്യിൽ മാത്രം ആണ് നിൽക്കുന്നത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നാദാപുരത്തെ CPM നേതാവ് പറയുന്നു ബിനോയ് വിശ്വന്റെ കഴിഞ്ഞും കാലം ഞങ്ങള് തല്ലിയെടുക്കുന്നു. പറഞ്ഞു. പിന്നെ ഇങ്ങനെ CPI നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 969 മുതൽ 980 വരെ നിങ്ങൾക്ക് കേരളത്തിൽ അന്തസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടിയായിരുന്നു, ഉണ്ടായിരുന്നു. നിങ്ങൾ തറവാടികൾ വന്ന് ഞങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. 80 കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്ഥിതി എന്താ? നിങ്ങളെ ചവിട്ടും കുത്തും ഒക്കെ അല്ലേ? എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു നിങ്ങള് സ്ഥാനം കിടക്കണ്ട ഐറ്റങ്ങൾ ഉണ്ടായതോടൊക്കെ ഉണ്ടായത്. അവരെ മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചു കണ്ടാണ് ഒരു നിങ്ങളെ കൂടെയാണ് വന്നത്. ഞാനാരെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. ഞാൻ ആ ബിനോയ് വിശ്വനെ രാജ്യസഭ റഹീം പറയുന്നത് ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ല. എന്തൊരു കഥയാണ് നിങ്ങൾ ആലോചിച്ചത് നിങ്ങളെ പാർട്ടിയെ പറ്റി. സർ ഇപ്പൊ രാഹുൽ ഗാന്ധിനെ അതിന് മുമ്പ് എനിക്കൊന്ന് പറയട്ടെ സർ. ശൈലജ ടീച്ചർ, നമുക്കൊക്കെ എല്ലാവരും ടീച്ചറെ വന്നു, അത്യാവശ്യം ടീച്ചർക്ക് ഒരു ഇതൊക്കെ ഉണ്ട്, ഗ്ലാമർ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചു സ്ഥാനാർത്ഥിയൊക്കെ ആക്കി. സർ ടീച്ചർ അസംബ്ലി പ്രസംഗിക്കാൻ വേണ്ടി 15 മിനിറ്റ് കൊടുത്തിരുന്നു. കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് അന്ന് സഭ സ്തംഭിച്ചു. ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് വന്നപ്പോ ടീച്ചർക്ക് 13 മിനിറ്റ്, ജലീലിന് 15 മിനിറ്റ്. നിങ്ങൾ ആലോചിച്ചേ, കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് 13, ബന്ധം കൂടിയവന് 15. നിങ്ങൾ അവിടേക്ക് നിങ്ങൾ പാർട്ടി പോണത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതെന്തിനാ രാഹുൽ ഗാന്ധി ചീത്ത പറയാം. ഇപ്പൊ ജലീലിന്റെ പ്രസംഗം, നമ്മുടെ അഹമ്മദ് പ്രസംഗം ഒക്കെ ഒരേ മാതിരി മുഖ്യമന്ത്രിന്റെ ഓഫീസിന്റെ ഏജന്റ് കൊടുത്തൊക്കെയാണ്. അത് അതേമാതിരി പറഞ്ഞാണ്. അതിന്റെ അടിയിൽ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ പ്രസംഗം പോകുന്ന വിചാരിച്ചാൽ ഞാൻ ഒന്നും ചോദിക്കാത്തത്. അതാണ് ഞാൻ ഒന്നും ചോദിക്കാത്തത്. പിന്നെ ഇന്നലെ